ആരാണ് പ്രവാചകൻ? അകത്തിരിക്കുന്ന കൂടാരത്തിന്റെ അകത്തിരിക്കുന്ന പെന്തക്കോസുകാരും പഠിച്ചോണം, ആരാണ് ദൈവം അയച്ച പ്രവാചകൻ? ആ പ്രവാചകന്റെ ജോലി എന്താ? യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേലും, ദാനിയേലും, ഓശയും, യോവേലും തുടങ്ങി അങ്ങോട്ട് പ്രവാചകഗണങ്ങളെല്ലാം വന്നു. പ്രവാചക ഗണത്തിന് ഞാനെതിരല്ല. പ്രവചനമില്ലേ? ഉണ്ട്. പ്രവാചകനില്ലേ? ഉണ്ട്. ദൈവമുള്ള കാലത്തോളം ദൈവിക പ്രവർത്തികൾ ഉണ്ട്. അതിനിവിടെ ആരും എതിരല്ല. പക്ഷെ ദൈവം അയച്ച പ്രവാചകന്റെ ഉദ്ദേശം എന്താ? അടുത്ത മാസം നിനക്ക് കിട്ടാൻ പോകുന്ന വീടിനെ കുറിച്ച് പറയാനല്ല പ്രവാചകൻ വന്നത്, ആണോ? നിനക്ക് ഇഷ്ടപ്പെടുന്ന ദൂത് പറഞ്ഞ്, നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ്, നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 ചുരുട്ടി എന്റെ പോക്കറ്റിലാക്കാൻ കഴിവുള്ളവനാണ് ഇന്നത്തെ പ്രവാചകൻ. ബൈബിളിലെ പ്രവാചകന്റെ ജോലി അതല്ല. പിന്നെന്താ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കൾ എന്റെ പുൽത്തൊട്ടി അറിഞ്ഞിട്ടും ഞാൻ സൃഷ്ടിച്ച എന്റെ ജനം എന്നെ അറിയുന്നില്ല. കണ്ടോ അകൃത്യഭാരം ചുമക്കുന്ന ജനം, കണ്ടോ വഷളത്വം പ്രവർത്തിക്കുന്ന തലമുറ. ഇതാണ് പ്രവാചകന്റെ ശബ്ദം. നിങ്ങളുടെ ചക്കും ചുക്കും പ്രവചിച്ച് കയ്യിലിരിക്കുന്ന തൂട്ടുമേടിച്ചോണ്ട് പോകാനല്ല.